പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് പുതിയ തീരുമാനവുമായി മുന്നിലേക്ക് പോകാൻ തയ്യാറായിരിക്കുകയാണ് ഇപ്പോൾ കൃഷ്. മാത്രവുമല്ല, വരുണിൻ്റെയും അതുപോലെ തന്നെ മാനസയുടെയും പദ്ധതികളെപ്പറ്റി അറിയാൻ ഇടയായതിനെ തുടർന്ന് അവർക്കൊരു തിരിച്ചടി കൊടുത്തേ മതിയാകൂ എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നത് സത്യം തന്നെയാണ്. പക്ഷേ ഇപ്പോഴെങ്കിലും അവരെ നേരിട്ടില്ലെങ്കിൽ പ്രശ്നങ്ങൾ വഷളാകും. ഇത് കേൾക്കുന്ന കൺമണിയാകട്ടെ വരുണിൻ്റെ ശല്യം ഒഴിവായി എന്ന് വിചാരിച്ചതാ. പക്ഷേ ഇപ്പോഴും അവൻ നമ്മുടെ പിന്നാലെ തന്നെയാണല്ലോ. അതുകൊണ്ട് ഇതിന് നമ്മളൊരു തിരിച്ചടി കൊടുത്തേ മതിയാകൂ. ഇല്ലെങ്കിൽ ശരിയാവുകയില്ല. അവൻ നമ്മുടെ തലയിൽ കയറി ഇങ്ങനെ നൃത്തം ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ അവനൊരു തിരിച്ചടി കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ യോജിക്കുന്നത്. ഞാൻ എന്തായാലും വരുണിനെ ഒന്ന് പോയി കണ്ടാലോ? പ്രശ്നങ്ങൾ വഷളാകുമോ? ആ ഒരു പേടി മാത്രമേ എനിക്കുള്ളൂ. നീ പേടിക്കാതിരിക്കെ, കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. നീ എന്തായാലും ധൈര്യമായി എൻ്റെ കൂടെ നിന്നാൽ മതി. ഇതേ തുടർന്നാണ് കൃഷ് വരുണിനെ കാണുന്നതിനായി വീണ്ടും ചെല്ലുന്നത്. അപ്രതീക്ഷിതമായ ഈ വരവ് വരുണിനെ ഞെട്ടിച്ചതിനെ തുടർന്ന് വരുണിനോട് നീയും നിൻ്റെ സുഹൃത്തും ചേർന്ന് നടത്തുന്ന നീക്കങ്ങൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോയാൽ നീ വിവരമറിയും. അത് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഞാൻ ഇനിയും വരുമടാ. നീ എന്നെ അങ്ങ് പറ്റിച്ച് കടന്നു കളയാമെന്ന് കരുതിയോ? അതിന് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ആ കാര്യം ഞാൻ ഇപ്പോൾ തന്നെ വ്യക്തമാക്കിയില്ല എന്ന് വേണ്ട. എന്നാൽ നീ വിവരമറിയും. നമുക്ക് കാണാം. എനിക്ക് ഒരു പേടിയുമില്ല, മനസ്സിലായോ? ഓഹോ, എന്നാൽ ശരി. എന്താ സംഭവിക്കുക എന്ന് നേരിട്ട് തന്നെ കാണാം. ഇതോടെ കൃഷും പുതിയ തീരുമാനങ്ങൾ എടുക്കുകയാണ്. വരുണാകട്ടെ ഇനി ഇവനൊരു തിരിച്ചടി കൊടുക്കണം. ഇല്ലെങ്കിൽ ശരിയാവുകയില്ല. അത് ഉറപ്പിച്ചുകൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത്. മാത്രവുമല്ല, ഇതേ സമയം വരുണിനോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയാണ് ധനലക്ഷ്മി. അപ്രതീക്ഷിതമായ ധനലക്ഷ്മിയുടെ ഈ ഭാവമാറ്റം വരുണിനെ ഒന്ന് ഞെട്ടിച്ച് കളയുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.